ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു: അച്ഛാ, മാർപ്പാപ്പ ഒരു സാധാരണ മനുഷ്യനല്ലേ, നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് വരാനുള്ള സാധ്യതയില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവിന് തെറ്റാവനമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്ന് സഭ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. ഞാൻ ചിന്തിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു സംശയമായിരിക്കും ഇത്. മാർപ്പാപ്പ ഒരു മനുഷ്യനാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തെറ്റാവനമുണ്ട്, അതായത് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്ന് സഭ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് മാർപ്പാപ്പയുടെ അപ്രമാദിത്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തെറ്റാവരം എന്ന മാർപ്പാപ്പയുടെ തെറ്റാവരത്തെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, മാർപ്പാപ്പയുടെ തെറ്റാവരം എന്നുള്ള സഭയുടെ പഠനത്തെ പറ്റിയുള്ള, സഭയുടെ ഉദ്ബോധനത്തെ പറ്റിയുള്ള നമ്മുടെ തെറ്റായ ധാരണ കൊണ്ടാണ് ഈ രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നത്. അത് ഞാനൊന്ന് വിശദമാക്കാൻ ശ്രമിക്കാം. സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സാർവത്രിക സഭയുടെ തലവനും ക്രിസ്തുവിന്റെ വികാരിയും എന്ന നിലയിൽ തിരുസഭയെ ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപാവരത്താൽ പരിശുദ്ധ പിതാവിന് തെറ്റുപറ്റുകയില്ല. ശ്രദ്ധിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ്, വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിലാണ് പരിശുദ്ധ പിതാവിന് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ തെറ്റുവരില്ല എന്ന് സഭ പഠിപ്പിക്കുന്നത്. മറ്റ് കാര്യങ്ങളിൽ അദ്ദേഹം ഒരു മനുഷ്യനായതുകൊണ്ട് തെറ്റുവരാം. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ എത്ര സമർപ്പിതരുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായ എണ്ണം മാർപ്പാപ്പയ്ക്ക് പറയാൻ പറ്റണമെന്നില്ല. മാർപ്പാപ്പ പറയുന്ന എണ്ണം തെറ്റാകാനുള്ള സാധ്യത കൂടുതലും. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം തിരുസഭയുടെ തലവൻ എന്ന നിലയിൽ വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സഭയുടെ തലവൻ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിൽ സഭയെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സഹായത്താൽ അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല. ഇത് മാർപ്പാപ്പയുടെ വ്യക്തിപരമായ കഴിവല്ല, മാർപ്പാപ്പയുടെ വ്യക്തിപരമായ അറിവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടോ അല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പയായി അവരോധിതനാകുന്ന ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താലാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈശോയ്ക്ക് തെറ്റുവരില്ല, തമ്പുരാന് തെറ്റുവരത്തില്ല, പരിശുദ്ധാത്മാവിന് തെറ്റുവരത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സഹായത്താൽ തിരുസഭയെ പഠിപ്പിക്കുമ്പോൾ അത് രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ്. വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഔദ്യോഗികമായി സഭയെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന് തെറ്റുവരില്ല. ഇതാണ് പരിശുദ്ധ പിതാവിന്റെ അപ്രമാദിത്യം അഥവാ തെറ്റാവരം, ഇൻഫാലിബിലിറ്റി ഓഫ് പോപ്പ് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മളോട് സംശയം ചോദിക്കുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നാടുകളിലൊക്കെയും പല വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ പലരും ഇങ്ങനെ സംശയം ഓപ്പണായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പരിശുദ്ധ പിതാവ് മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ തെറ്റാകാൻ സാധ്യതയുണ്ട്. സത്യമാണ് അവർ പറയുന്നത്. ചില കാര്യങ്ങളിൽ അദ്ദേഹം മനുഷ്യനായതുകൊണ്ട് തെറ്റുവരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളിൽ, അതായത് വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ പിതാവിന് തെറ്റുവരില്ല. തെറ്റുവരാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിന് തെറ്റുവരാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ പിതാവിനെ നയിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിൽ സഭയെ ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന് തെറ്റുവരില്ല. ഇതാണ് പരിശുദ്ധ പിതാവിന്റെ അപ്രമാദിത്യം അഥവാ തെറ്റാവരം എന്നതുകൊണ്ട് തിരുസഭ അർത്ഥമാക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.